ടോട്ടൽ ഫോർ തട്ടിപ്പ് വീരൻ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നു. 2008, 2009 കാലഘട്ടത്തിലെ കേരളത്തെ ഞെട്ടിച്ച ഒരു തട്ടിപ്പായിരുന്നു ടോട്ടൽ ഫോർ. 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും. അതായിരുന്നു ടോട്ടൽ ഫോറിൻ്റെ അന്നത്തെ അയാളുടെ പരസ്യം. 1 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത മാസം 2 ലക്ഷം കിട്ടും, 2 ലക്ഷം ഇട്ടാൽ 4 ലക്ഷം കിട്ടും. ഇതിൽ പലരും വീണുപോയി. ചെറിയ ചെറിയ എമൗണ്ട് ഇട്ടവർക്കൊക്കെ ഇരട്ടി തുക കിട്ടിക്കൊണ്ടിരുന്നു മാസം. അതാണ് ടോട്ടൽ ഫോറിൻ്റെ കളിപ്പീര്. അതേസമയത്ത് 10 ലക്ഷം, 20 ലക്ഷം, 50 ലക്ഷം കിട്ടുന്നവർക്ക് അവർ 1-2 ലക്ഷം രൂപ കിട്ടി, അല്ലെ പലിശ കിട്ടി, അവർ അതോടുകൂടി തകർന്ന് തരിപ്പണമായി. ധാരാളം പേര് ഈ കേസിനകത്ത് കുരുങ്ങി. സെക്രട്ടേറിയറ്റിലുള്ള ഉദ്യോഗസ്ഥകളും ഇതിനകത്ത് കുരുങ്ങി. സെക്രട്ടേറിയറ്റ് നേരെ ഓപ്പോസിറ്റിലെ മെയിൻ റോഡിലെ സ്റ്റാച്യു തന്നെയായിരുന്നു ടോട്ടൽ ഫോറിൻ്റെ ഓഫീസ്. വലിയ ഓഫീസ്. ആരാണ് നടത്തുന്ന ഇയാളെ കാണാൻ കൂടി കിട്ടൂല. 19-കാരൻ ശബരിനാഥ്, തട്ടിപ്പ് വീരനായ ശബരിനാഥാണ് അതിൻ്റെ പിന്നിൽ. ധാരാളം ആൾക്കാർ റിട്ടയർ ചെയ്തവരും മറ്റവരൊക്കെ അവിടുത്തെ സ്റ്റാഫായിട്ട് വന്നു. കാരണം ചെറിയ തുക ഇടുന്നവർക്ക് നേരെ ഇരട്ടി അടുത്ത മാസം കിട്ടുകയാണ്. പലർക്കും അങ്ങനെ പൈസ കിട്ടി. അത് വല്ലവരും അവിടെ വലിയ തുക ഡിപ്പോസിറ്റ് ചെയ്തവരുടെ പൈസയാണ് എടുത്ത് കൊടുത്തുകൊണ്ടിരുന്നത്. അതായിരുന്നു അയാളുടെ തട്ടിപ്പ് രംഗം. ഏതായാലും 2008, 2009 ഈ തട്ടിപ്പിനകത്ത് ഇപ്പോഴും അതിനുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില കേസുകൾക്ക് തീരുമാനമായി, ചില കേസുകളിൽ വെറുതെ വിട്ടു, ചില കേസ് ഒത്തീർപ്പായി, ചില കേസിനകത്ത് ഇയാൾക്ക് ശിക്ഷയും കിട്ടി. പല ആൾക്കാരും അതിനകത്ത് കുഴഞ്ഞു പോയി. കാരണം വീടും പറമ്പും എല്ലാം വിറ്റ് ഇയാളെ പൈസ ഏൽപ്പിച്ചു. കാരണം വെയ് രാജാവ് വെയ് എന്ന് പറഞ്ഞ പോലെ 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചെന്നാൽ അത് അങ്ങ് കേരളം മുഴുവൻ പാട്ടായി. പലരും പണം പോയവരും മിണ്ടാതിരുന്നു. എങ്കിലും വളരെയധികം കേസുകൾ രജിസ്റ്റർ ചെയ്യേണ്ടി വന്നു. ഏകദേശം 3 വർഷത്തോളം ശബരിനാഥ് ജയിലിൽ കിടന്നു. 2008 മുതൽ 2011 വരെ അയാൾ ജയിലിൽ കിടന്നു. വീണ്ടും അയാൾ ജാമ്യത്തിലിറങ്ങി, മുങ്ങി. അതിനുശേഷം 2014 തമിഴ്നാട്ടിൽ നിന്ന് ഇയാളെ പൊക്കി. അതിനിടയ്ക്ക് ഇയാൾ ഓസ്ട്രേലിയയിൽ പോയി വന്നു. ഏതായാലും തട്ടിപ്പുകാരനായ ശബരിനാഥ് പുതിയ ചില തട്ടിപ്പുകളായിട്ട് രംഗത്ത് വന്നു. അതിനകത്തും കുടുങ്ങി കേരളത്തിലെ ജനങ്ങൾ. കാരണം പണത്തിനോടുള്ള ആർത്തി കേരളത്തിലെ ഈ കേരളീയർക്ക് പണ്ട് മുതലേ ഉള്ളതാണ്, ഇപ്പോഴും ഉണ്ട്. അത് എത്ര പേര് പണം നഷ്ടപ്പെട്ടാലും, എത്ര പേർക്ക് കോടിക്കണക്കിന് രൂപ പണം നഷ്ടപ്പെട്ടാലും അത് പത്രത്തിൽ വാർത്തകളായിട്ട് വന്നാലും ശരി, കൃത്യമായ വീണ്ടും കൊണ്ടുപോയി പണം മോഹിച്ച് വീണ്ടും മലയാളികൾ കൊണ്ടിടും. ഇപ്പോൾ ട്രേഡിങ്ങിലാണ് അയാൾ എക്സ്പെർട്ടൈസ് ചെയ്തിരിക്കുന്നത്. 34,33,000 രൂപ ഒരു അഡ്വക്കേറ്റിന് തിരുവനന്തപുരത്ത് പോയിരിക്കുന്നു പൈസ. അയാൾ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. കേസ് രജിസ്റ്റർ ചെയ്തപ്പോഴാണ് ഇപ്പോഴും ടോട്ടൽ ഫോർ രീതിയിലുള്ള പുതിയ തട്ടിപ്പുമായിട്ട് രംഗത്തുണ്ട് ശബരിനാഥ്. ധാരാളം മലയാളികൾ പണം മോഹിച്ച് വീണ്ടും കുരുങ്ങുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഈ 2014 അയാൾ ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം 3 വർഷത്തേന് അണ്ടർഗ്രൗണ്ടിൽ പോയി. 2014 പൊങ്ങി. ഇതിനിടയ്ക്ക് ഇയാൾ 2008 കാലഘട്ടത്തിൽ ഇയാളൊരു മൈനറായ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നു. അതിനും ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസുകൾ പകുതി മുക്കാലും ഇപ്പോഴും കോടതിയിൽ നടക്കുകയാണ്. വർഷങ്ങൾ എത്ര കഴിഞ്ഞു. ഏതായാലും 10-16 വർഷത്തിന് ശേഷവും ആ കേസുകൾ ഇന്നും നടക്കുന്നുണ്ട്. പലരും കോടതി വരാതെ നിരങ്ങി നടക്കുന്നുണ്ട്. കാരണം ഉദ്യോഗസ്ഥരാണ്, അവരെ പെൻഷൻ പോലും കിട്ടുന്നില്ല, അവർ ഇതിനകത്ത് കുരുങ്ങി. അങ്ങനെ പല രീതിയിലും സാമ്പത്തികമായി ഞെരുങ്ങുന്ന വലിയധികം ആൾക്കാർ ഇപ്പോഴും കോടതി കയറി ഇറങ്ങി നടക്കുന്നുണ്ട്. ഇതൊന്നും ഒരു പാഠമായി തീർക്കത്തില്ല മലയാളികൾ. പണം കിട്ടാൻ എളുപ്പ മാർഗത്തിൽ ഇന്ന് സഞ്ചരിക്കും. ഇപ്പം തന്നെ ആ ട്രേഡിങ്ങിൽ തന്നെ ഇയാൾ വീണ്ടും രംഗപ്രവേശം. അത് ഈ ടോട്ടൽ ഫോറിലെ ശബരിനാഥ് ആണോ ഇല്ലയോ എന്ന് പലർക്കും അറിയത്തില്ലായിരിക്കാം. പക്ഷെ നല്ല ട്രേഡിങ്ങിൽ പൈസ പലർക്കും കിട്ടുന്നു എന്ന്. അങ്ങനെയാണ് ഇതിൻ്റെ തന്ത്രങ്ങൾ. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും വല്ലവൻ്റെ പൈസ കിട്ടിക്കൊണ്ടിരിക്കും. ആ ട്രേഡിങ്ങിലേക്കാണ് ഏകദേശം 34 ലക്ഷം രൂപ ഒരു അഡ്വക്കേറ്റ് മുടക്കിയത്. അത് നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പം ശബരിനാഥിനെതിരെ ഇപ്പം വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തു. ആ കേസ് അവിടെ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുകയാണ്. അതോടുകൂടിയാണ് ഈ വാർത്ത പുറത്തേക്ക് വന്നത്. എന്തായാലും കേരളീയർക്ക് ഇതുപോലെയുള്ള ധാരാളം സംഭവങ്ങൾ അറിയാമെങ്കിലും വീണ്ടും നമ്മൾ പണം കൊണ്ട് നിക്ഷേപിക്കും. അത് ഇവിടെയുള്ള തട്ടിപ്പ് വീരന്മാർക്ക് എല്ലാവർക്കും അറിയാം. ഇന്റലക്ച്വൽ ഫീൽഡിലും പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം പേര് ഇതുപോലെയുള്ള തട്ടിപ്പുമായിട്ട് നടക്കുന്നുണ്ട്. ആടുമാഞ്ചിയത്തിൻ്റെ തട്ടിപ്പ് മുതൽ കേരളീയർ പുതിയ സാങ്കേതിക വിദ്യകൾ കരസ്ഥമാക്കുന്നത് നമ്മൾ കണ്ടല്ലോ. അതിനകത്തൊക്കെ പല ഉദ്യോഗസ്ഥന്മാരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും വലിയ വിവരമുണ്ടെന്ന് നമ്മൾ ധരിക്കുന്ന പലരും സാധാരണക്കാരും അതുപോലെ തന്നെ പണക്കാരും എല്ലാം പോയി വീഴുന്നതും അവിടെ പോയി കുരുങ്ങുന്നതും കണ്ടിട്ടുണ്ട്. ടോട്ടൽ ഫോർ പോലെ തന്നെ
ഇതുപോലെ തട്ടിപ്പ് നടത്തിയ പലരും കൊല്ലപ്പെട്ടതായിട്ട് നമുക്ക് അറിയാം. എങ്കിലും മലയാളികൾ പഠിക്കില്ല. എങ്കിലും ഇതുപോലെയുള്ള തട്ടിപ്പുകാർക്ക് ഇനിയും നല്ല സ്കോപ്പ് കേരളത്തിലുണ്ട് എന്നാണ് ഈ ശബരിനാഥിൻ്റെ കേസോടുകൂടി നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് മലയാളികൾ പണം ഉണ്ടാക്കാനുള്ള എളുപ്പമാർഗമായി ഇതിലൊന്നും ചെന്ന് ചാടരുത്, ട്രേഡിങ്ങിലൊന്നും പോകരുത്. കാരണം അതിനകത്തൊക്കെ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ നമുക്ക് ലോട്ടറി കിട്ടുമെന്ന് കരുതി നടക്കുന്ന ധാരാളം പേര് നമുക്കറിയാം. അവരുടെ സമ്പാദ്യത്തിന് നല്ലൊരു ശതമാനം പണവും ലോട്ടറിക്ക് പോയിട്ടുണ്ട്. വലിയ മെച്ചമൊന്നുമില്ല, 5000 10,000 രൂപയൊക്കെ കിട്ടിയെന്നും വരാം. ലോട്ടറി അടിക്കുന്നവർ വളരെ റയറായിട്ടുള്ള, ഓരോ ലോട്ടറിക്കും ഒരാൾക്ക് അല്ല ആ പ്രയോജനം, 5-10 പേർക്ക് ആ പ്രയോജനം ഉണ്ടാവുള്ളൂ. പക്ഷേ മലയാളികൾ മുഴുവൻ ആ ലോട്ടറികൾ എടുക്കും. നിത്യവരുമാനത്തിൻ്റെ തീർച്ചയായിട്ടും ഡെയിലി കിട്ടുന്ന പണത്തിൻ്റെ 60%, 50% കൊണ്ടുപോയി ലോട്ടറി എടുക്കുന്നവരും ബാക്കി പണം മാത്രം വീട്ടിൽ കൊടുക്കുന്നവരും ധാരാളം പേര് കേരളത്തിലുണ്ട്. നമുക്ക് വ്യക്തിപരമായിട്ട് പേഴ്സണലായിട്ട് അറിയാവുന്നവർ തന്നെയാണ്. കാരണം എന്നെങ്കിലും ആ ഭാഗ്യം വരും എന്ന് പ്രതീക്ഷയോടെയാണ് ഇതിനകത്തൊക്കെ എല്ലാവരും പോയി ചാടുന്നത്. ഏതായാലും ശബരിനാഥിൻ്റെ തട്ടിപ്പിൽ ഏകദേശം ഒരാൾ 34 ലക്ഷം നഷ്ടപ്പെട്ട ആളുടെ കാര്യം രംഗത്ത് വന്നു. ഇനി അതുപോലെ പണം നഷ്ടപ്പെട്ട ധാരാളം പേരുണ്ടാവും. കാരണം തട്ടിപ്പ് വീരനായ ഇയാൾ പുതിയ ടോട്ടൽ 4 പോലെ പുതിയ ഇപ്പം ട്രേഡിങ്ങിലായി പുതിയ ഡിജിറ്റലായിട്ടുള്ള പല വേലകൾ ഇയാൾ കാണിച്ചുകൊണ്ടിരിക്കും. അതിനുള്ള ബുദ്ധിയും ശക്തിയായിക്കൊണ്ട് 19 വയസ്സുകാരനാണ് ഏകദേശം 200 കോടിയോളം ടോട്ടൽ 4 പലരെയും പറ്റിച്ചെടുത്തത് നമ്മൾ ആലോചിച്ചോണം. അയാൾ ലോകം മുഴുവൻ സഞ്ചരിച്ചിരുന്നു അന്ന്. അയാൾക്ക് വലിയൊരു പണമാണ്. അത് കുറേ ആൾക്കാർക്കൊക്കെ ഒരു 5-10% ആൾക്കാർക്ക് അതിൻ്റെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. ഇട്ട പൈസ ചെറിയ എമൗണ്ടിൻ്റെ ഇരട്ടി അവർ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്തു.